മക്കാനിവാസികൾ അതുവരെ കണ്ടിട്ടില്ലാത്ത അതിഗംഭീരമായ വിവാഹ വിരുന്ന്. മണവാളന്റെ മനസ്സ് നിറയെ ആഹ്ലാദം. മണവാട്ടിക്കോ അതിലേറെ സന്തോഷം. പക്ഷേ തന്റെ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ മണവാട്ടിയുടെ നെഞ്ചൊന്ന് പിടച്ചു. എന്തായിരിക്കും കാരണം? ഒരു ചോദ്യം ചോദിക്കട്ടെ. ഷൈബ എന്ന കുട്ടി മുത്തുനബിയുടെ ആരായിരിക്കും? അറിയുന്നവർ കമന്റ് ചെയ്യണേ. വിശാലമായ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ മുത്വലിബ് പല പ്രദേശങ്ങളും പരിചയപ്പെടുത്തി കൊടുത്തു. അവർ മക്കയുടെ അതിർത്തി കടന്നു. ഷൈബ വിസ്മയം നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് ആ പ്രദേശം ആകെ നോക്കിക്കണ്ടു. ഒട്ടകപ്പുറത്ത് മുത്വലിബ് ഇരിക്കുന്നു. പിന്നിലൊരു ചെറുപ്പക്കാരൻ. അടിമച്ചന്തയിൽ നിന്ന് കൊണ്ടുവരികയാവും. അവർക്ക് അടിമയെ ഇഷ്ടപ്പെട്ടു. അവർ സന്തോഷത്തോടെ വിളിച്ചു പറയാൻ തുടങ്ങി, അബ്ദുൽ മുത്വലിബ്, അബ്ദുൽ മുത്വലിബ്. മുത്വലിബിന്റെ അടിമ, മുത്വലിബിന്റെ അടിമ. മുത്വലിബിന് കോപം വന്നു. നിങ്ങളൊന്ന് നിർത്തൂ, ഇതെന്റെ അടിമയല്ല, എൻ്റെ സഹോദരപുത്രനാണ്, ഇവൻ ഷൈബയാണ്. മുത്വലിബ് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ആരു കേൾക്കാൻ? ആളുകൾ അബ്ദുൽ മുത്വലിബ് എന്നു തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ആ പേര് പ്രസിദ്ധമായി തീർന്നത്. ഷൈബ അബ്ദുൽ മുത്വലിബ് എന്ന പേരിൽ അറിയപ്പെട്ടു. അന്നത്തെ അറബികളെപ്പോലെ നമുക്കും ഷൈബയെ അബ്ദുൽ മുത്വലിബ് എന്ന് വിളിക്കാം. വർഷങ്ങൾ കടന്നുപോയി. ബുദ്ധിമാനായ ചെറുപ്പക്കാരൻ, വിശാല മനസ്കൻ, വളരെ വേഗം ജനങ്ങളുടെ സ്നേഹം സമ്പാദിച്ചു. മുത്വലിബ് ആ ചെറുപ്പക്കാരനു ഭരണകാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. കുടുംബചരിത്രം പറഞ്ഞുകൊടുത്തു. ഹാഷിമിന്റെ പുത്രനല്ലേ, എല്ലാ കാര്യങ്ങളും വളരെ വേഗം പഠിച്ചു. ഒടുവിൽ മക്കയുടെ മഹാനായ ഭരണാധികാരിയായി തീർന്നു അബ്ദുൽ മുത്വലിബ്. അബ്ദുൽ മുത്വലിബ് വിവാഹം കഴിച്ചു. ആദ്യമായി ജനിച്ച പുത്രന്റെ പേര് ഹാരിസ് എന്നായിരുന്നു. അബ്ദുൽ മുത്വലിബിന് അള്ളാഹു വലിയ അനുഗ്രഹങ്ങൾ നൽകി. അദ്ദേഹത്തിന് ധാരാളം സന്താനങ്ങളുണ്ടായി. മക്കളിൽ ഏറ്റവും സ്നേഹം അബ്ദുല്ലയോടായിരുന്നു. അബ്ദുല്ല കാണാൻ സുമുഖൻ, നല്ല വെളുത്ത നിറം. അബ്ദുല്ലയെ എല്ലാവരും ഇഷ്ടപ്പെട്ടു. മറ്റുള്ളവരെ പോലെ അബ്ദുല്ലയും കച്ചവടക്കാരനായി മാറി. നായാട്ടും ആയുധവിദ്യയും ഇഷ്ടവിനോദമായി. അബ്ദുല്ലയ്ക്ക് 20 വയസ്സാകുന്നതേയുള്ളൂ. അബ്ദുൽ മുത്വലിബ് മകനെ കൊണ്ട് വിവാഹം ചെയ്യിക്കണമെന്ന് വലിയ മോഹം. ഉന്നത തറവാട്ടിൽ നിന്ന് വധുവിനെ കണ്ടുപിടിക്കണം. മക്കയിലെ പ്രശസ്തമായ ബനൂ സുഹ്ര കുടുംബത്തിൽ വിവാഹാന്വേഷണമെത്തി. ആ കുടുംബത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. നബി തങ്ങളുടെ ഉപ്പാപ്പമാരുടെ കൂട്ടത്തിൽ കിലാബ് എന്നു പേരായ ഒരു നേതാവുണ്ട്. കിലാബ് എന്ന ഉപ്പാപ്പയുടെ ഒരു മകന്റെ പേര് സുഹ്രത്ത് എന്നായിരുന്നു. സുഹ്രത്തിന്റെ സന്താന പരമ്പരയെ ബനൂ സുഹ്ര എന്ന് വിളിക്കുന്നു. ഈ ചരിത്രം കൂട്ടുകാർ മുമ്പ് പഠിച്ചിരിക്കാനിടയുണ്ട്. ബനൂ സുഹ്ര കുടുംബത്തിന്റെ നേതാവാണ് വഹബ്. അദ്ദേഹത്തിന്റെ സുന്ദരിയായ മകളാണ് ആമിൻ. സദ്ഗുണസമ്പന്നയായ ആമിനയെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അബ്ദുൽ മുത്വലിബിനും ആ കുട്ടിയെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം വഹബിനെ സമീപിച്ചു. താങ്കളുടെ മകൾ ആമിനയെ എൻ്റെ മകന് വിവാഹം ചെയ്തു കൊടുക്കണം. മക്കയുടെ നേതാവു തൻ്റെ കുടുംബത്തിൽ നിന്ന് വിവാഹാന്വേഷണം നടത്തുക, കുടുംബത്തിന് അതൊരു അന്തസ്സല്ലേ? സന്തോഷപൂർവ്വം സമ്മതിച്ചു. വിവാഹ നിശ്ചയവും നടന്നു. വിവരമറിഞ്ഞപ്പോൾ മക്കയിലെ പെണ്ണുങ്ങൾ പറഞ്ഞു, ആമിന ഭാഗ്യവതിയാണ്, അബ്ദുല്ലയെ ഭർത്താവായി കിട്ടിയല്ലോ. എത്ര പെണ്ണുങ്ങൾ അബ്ദുല്ലയുടെ ഭാര്യയാവാൻ കൊതിച്ചു. ആ ഭാഗ്യം സിദ്ധിച്ചത് ആമിനക്കാണ്. വിവാഹം നിശ്ചയിച്ചതോടെ വഹബിന്റെ തിരക്കു വർദ്ധിച്ചു. ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിവാഹത്തിന് ക്ഷണിക്കണം. ഗോത്രനേതാക്കളെ വിളിക്കണം. ഒന്നാന്തരം ഭക്ഷണമൊരുക്കണം. മക്കയിലെ ഉന്നതന്മാരാണ് പുതിയാപ്പിളയുടെ കൂടെ വരുന്നത്. വീടിനു മുമ്പിൽ വിശാലമായ തമ്പ് ഉയർന്നു. അതു നിറയെ ഇരിപ്പിടങ്ങൾ നിരത്തി. ഭക്ഷണം പാകം ചെയ്യുവാനുള്ള പന്തലൊരുക്കി. പാചകക്കാരെത്തി. ധാരാളം പഴവർഗ്ഗങ്ങളെത്തി. വിവിധതരം പാനീയങ്ങൾ കൊണ്ടുവന്നു. ഒട്ടകങ്ങളെ അറുത്തു. ഇറച്ചി പല രീതിയിൽ പാകം ചെയ്തു. ആടുകളെ അറുത്തു വരട്ടുകയും പൊരിക്കുകയും ചെയ്തു. റൊട്ടിയും പലഹാരങ്ങളും. സുമുഖനായ അബ്ദുല്ല പുതുമാരനായി ഒരുങ്ങുകയാണ്. പുതുവസ്ത്രങ്ങൾ ധരിച്ചു. വിവാഹവേളയിൽ ധരിക്കുന്ന പ്രത്യേക ഉടുപ്പുകളും അണിഞ്ഞു. മേത്തരം സുഗന്ധദ്രവ്യങ്ങൾ പൂശി. ഉടുത്തൊരുങ്ങി വന്നപ്പോൾ ഒരു രാജകുമാരൻ. കൂട്ടുകാർ ചുറ്റും കൂടി. ബന്ധുക്കളും അയൽക്കാരും നാട്ടുകാരും ഒത്തുചേർന്നു. പുതുമാരൻ ഇറങ്ങി. ആഹ്ലാദം അലയടിച്ചുയർന്നു. വിവാഹ പാർട്ടി നീങ്ങുന്നു. അവർ വധൂഗൃഹത്തിലെത്തി. ഉന്നതർ സ്വീകരിക്കാൻ നിൽക്കുന്നു. കബീലയുടെ ആചാരപ്രകാരം പുതുമാരനെ എതിരേറ്റു. കൂടെ വന്നവരെ സ്ഥാനവലുപ്പം പോലെ ഇരിപ്പിടങ്ങളിൽ ഇരുത്തി. മനോഹരമായ കപ്പുകളിൽ മനം കുളിർപ്പിക്കുന്ന പാനീയം നൽകി. സന്തോഷഭരിതമായ അന്തരീക്ഷം. മക്ക പട്ടണം മുഴുവൻ ശ്രദ്ധിക്കുന്ന വിവാഹം.
വിവാഹത്തിന്റെ ചടങ്ങുകൾ തുടങ്ങി. ഖബീലക്കാർക്ക് അതിനൊക്കെ ചില ചടങ്ങുകളുണ്ട്. അതനുസരിച്ച് കാരണവന്മാർ ചോദ്യവും ഉത്തരവുമൊക്കെ നടത്തി നിക്കാഹു നടന്നു. വിഭവസമൃദ്ധമായ സദ്യ, എത്ര തരം വിഭവങ്ങൾ, എന്തെല്ലാം മസാല ചേർത്ത ഇറച്ചി, റൊട്ടി, പലഹാരങ്ങൾ, പഴങ്ങൾ, പാനീയങ്ങൾ. എല്ലാവരും വയറു നിറയെ തിന്നു. അടുത്ത കാലത്തൊന്നും ഇത്ര രുചികരമായ ഭക്ഷണം കഴിച്ചിട്ടില്ല. അന്നത്തെ ആചാരമനുസരിച്ചു 3 ദിവസം പുതുമാരൻ പുതുപെണ്ണിന്റെ വീട്ടിൽ കഴിയണം. അബ്ദുല്ല വധുവിന്റെ വീട്ടിൽ താമസിക്കുകയാണ്. കൂടെ വന്നവരൊക്കെ മടങ്ങുന്നു. വിവാഹമംഗളാശംസകൾ നേർന്നു കൊണ്ട് ഓരോരുത്തരായി പിൻവാങ്ങി. പുതുമാരന്റെ മനസ്സു നിറയെ ആഹ്ലാദം. ഇത്രയും നല്ലൊരു പെൺകുട്ടിയെ ഭാര്യയായി കിട്ടിയല്ലോ, ഭാഗ്യം തന്നെ. ആമിനയുടെ മനസ്സിലും ആഹ്ലാദം തന്നെ. അബ്ദുല്ലയെപ്പോലെ എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരു ചെറുപ്പക്കാരൻ മക്കയിലുണ്ടോ? അദ്ദേഹത്തിന്റെ ഭാര്യയാകാൻ ആരെല്ലാം കൊതിയോടെ കാത്തിരുന്നു. തനിക്കാണ് ആ ഭാഗ്യം സിദ്ധിച്ചത്. സൽക്കാരത്തിന്റെ 3 രാപ്പകലുകൾ. ആമിനയുടെ അടുത്ത കുടുംബക്കാരൊക്കെ കാണാൻ വന്നു. പാരിതോഷികങ്ങൾ നൽകി, ആശംസകൾ നേർന്നു. മറക്കാനാവാത്ത നാളുകൾ. കേട്ടറിഞ്ഞതിനേക്കാളും എത്രയോ ആദരണീയനാണു തന്റെ ഭർത്താവ്. എന്തു നല്ല ഭാഷണം, മുത്തുമണികൾ പോലുള്ള പദങ്ങൾ, ആകർഷകമായ പെരുമാറ്റം, സദ്ഗുണസമ്പന്നൻ, മനോഹരമായ ദന്തനിരകൾ, പവിഴച്ചുണ്ടുകൾ, ആകർഷകമായ പുരികങ്ങൾ. ആരെയും ആകർഷിക്കുന്ന പെരുമാറ്റം. ആമിന അതിശയത്തോടെ ആ മുഖത്തേക്ക് നോക്കി. ഈ ചെറുപ്പക്കാരൻ മരണത്തിൽ നിന്നു രക്ഷപ്പെട്ടു വന്നതല്ലേ? ബലിയറുക്കാൻ വിധിക്കപ്പെട്ട ബലിമൃഗമായിരുന്നല്ലോ ഇദ്ദേഹം. ആമിനയുടെ നെഞ്ചൊന്ന് പിടച്ചു. എന്തുകൊണ്ടാണ് അബ്ദുള്ളയെ ബലി കൊടുക്കാൻ വിധിക്കപ്പെട്ടത്? അടുത്ത ഭാഗം കാണൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യൂ. വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി കമന്റ് ചെയ്യണേ. തുടരും ഇൻഷാ അല്ലാഹ്.